കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ മൃതദേഹത്തിനോട് അനാദരവ്. ഇൻക്വസ്റ്റ് കഴിഞ്ഞ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ഡോക്ടർ ആശുപത്രിയിൽ നിന്നും പോയി. പുറ്റകര സ്വദേശിനിയായ 75 വയസ്സുള്ള ഭാരതിയുടെ മൃതദേഹമാണ് ഡോക്ടറുടെ അനാസ്ഥ മൂലം പോസ്റ്റ്മോർട്ടം കാത്തുകിടക്കുന്നത്. എത്തിച്ചതാണ് ഈ താലൂക്ക് ആശുപത്രിയിൽ 12 മണിക്ക് എത്തിച്ചാണ്. പോലീസ് ഇൻക്വസ്റ്റ് ചെയ്ത് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി പ്രിയ CT എന്ന ഡോക്ടറെ ഏൽപ്പിച്ചു. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഉറപ്പ് തന്നിട്ടുള്ള ഡോക്ടർ പെട്ടെന്ന് വണ്ടി എടുത്ത് പോവുകയും മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തു. ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആ ബോഡി മറവ് ചെയ്യാൻ വേണ്ടി ആ ബോഡി എത്തുന്നത് കാത്ത് കുടുംബക്കാർ മുഴുവൻ കാത്തിരിക്കുകയാണ്. ഇവിടെ ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്യാണ്ട് ഒളിച്ചോടി. ആ ഡോക്ടർക്കെതിരെ എന്തായാലും നടപടി വേണം. തീർച്ചയായും പ്രിയ CT എന്ന ഡോക്ടർക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ നാളെ മുതൽ ഞങ്ങൾ ഈ താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ നിരാകാരം ഇരിക്കുകയാണ്, സമരം ചെയ്യുകയാണ്. ശക്തമായ സമരമായിട്ട് ഞങ്ങൾ കോൺഗ്രസ് കൗൺസിലർമാരും കോൺഗ്രസ് പാർട്ടിയും മുന്നോട്ട് പോകുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ഗുരുതരമായ അനാസ്ഥയാണ് ഈ വിഷയത്തിൽ ബന്ധുക്കളും ഒപ്പം തന്നെ പ്രശ്നത്തിൽ ആശുപത്രി അധികൃതരും വിശദീകരിക്കുന്നത് എന്താണ്? ഇപ്പോഴും ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ടോ? ഇത് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമുണ്ടായതിനെ തുടർന്ന് വൈകുന്നേരത്തോടുകൂടി ഡോക്ടർ ഇപ്പോൾ അല്പസമയം മുമ്പ് തിരിച്ചെത്തുകയും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ഉച്ചയ്ക്ക് 3:30 പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതാണ്. ആശുപത്രി സൂപ്രണ്ട് അടക്കമുള്ളവർ ഡോക്ടർ പ്രിയയ്ക്ക് ഈ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയുള്ള പോസ്റ്റ്മോർട്ടം നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് ഈ ബന്ധുക്കൾക്ക് ഉറപ്പ് നൽകിയതാണ്. എന്നാൽ പെട്ടെന്ന് ഡോക്ടർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വാഹനം എടുത്ത് പോവുകയായിരുന്നു എന്നുള്ളതാണ്, ആശുപത്രിയിൽ നിന്ന് പോയി എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. തുടർന്നാണ് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ LDFന്റെയും കൗൺസിലർമാർ അവിടെ എത്തുകയും ഇരുവിഭാഗം കൗൺസിലർമാരും ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. തുടർന്ന് ഇതൊരു വലിയ പ്രശ്നമാകുമെന്നുള്ളൊരു ബോധ്യത്തെ തുടർന്നാണ് പിന്നീട് ഡോക്ടർ എത്തിയതും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചതും. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.